വലിയ നോമ്പിലെ 3 ആഴ്ചകൾ നമ്മൾ പിന്നിട്ടു. 4-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നേ ദിനം സഭാമാതാവ് നമുക്ക് ധ്യാന വിഷയമായി തരുന്ന സുവിശേഷ ഭാഗം ഇത്തിരി കുഴപ്പം പിടിച്ച ഒരു ഭാഗമാണ്. കൃത്യമായി സുവിശേഷം പറയുന്നു, നിനക്ക് കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക, നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. കേൾക്കുമ്പോൾ വളരെ ക്രൂരവും പരിശീലിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുമായ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങളിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ചില വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ സഭയിൽ പരിചയപ്പെടുന്നുണ്ട്. അതൊരിക്കലും വാച്യാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ എടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് വിചിന്തന വിഷയമാകേണ്ടതാണ്. പ്രലോഭന കാരണങ്ങളെ, പാപത്തെ എന്ത് വില കൊടുത്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പാപത്തെ, പാപ സാഹചര്യത്തെ, ഇത് രണ്ടും ഒഴിവാക്കണമെന്ന്. ചില ഉദാഹരണങ്ങൾ, ചില തലങ്ങളിലുള്ള ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് കൂടുതൽ വ്യക്തമാകും. ഒന്നാമതായി, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തികളെ ഒഴിവാക്കിയാൽ നമുക്ക് പാപത്തിൽ നിന്ന് മാറി നടക്കാനായിട്ട് പറ്റും. ചില ദുശീലങ്ങൾക്ക് കാരണമാകുന്നത് ചില കൂട്ടുകെട്ടുകളായിരിക്കാം, ചിലപ്പോൾ ഒരു കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കാം, ചില ലഹരികൾക്ക് അടിമപ്പെടുന്ന സ്വഭാവമായിരിക്കാം. അപ്പോൾ ആ വ്യക്തികളിലൂടെയാണ് ആ ജീവിതത്തിലേക്ക് പാപം നമ്മിലേക്ക് പ്രവേശിക്കുന്നത്. ആ വ്യക്തികളെ ഒഴിവാക്കിയാൽ ആ പാപത്തെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, ചില സാഹചര്യങ്ങൾ, സ്ഥലങ്ങളൊക്കെയാണ്, ചില സ്ഥാപനങ്ങൾ പോലും നമ്മളെ പാപത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കാനും പാപകരമായ അവസ്ഥയിൽ നിന്ന് മാറി നടക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മൾ എത്രമാത്രം വിചാരിച്ചാലും നമുക്ക് പുണ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല, നമ്മൾ പാപത്തിൽ വീണു പോകും. അപ്പം സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ വളരാൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മറ്റു ചിലപ്പോൾ ചില സാധനങ്ങളാകാം നമ്മളെ പാപത്തിൽ നിന്ന് വഴിമാറി നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യ ഘടകമായിട്ട് ഒരു പക്ഷേ ശരീരത്തിലെ ഒരു അവയവം എന്ന് പോലും പറയാവുന്ന രീതിയിൽ സ്മാർട്ട് ഫോണുകൾ മാറിയിട്ടുണ്ട്. അത് നമ്മളെ പല രീതിയിലുള്ള പാപങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുന്നുണ്ട്. അപ്പം അത്തരം സാധനങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ പാപം ജീവിതത്തിൽ നിന്ന് പടികടത്താനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും അവസാനമായിട്ട്, 4-മതായിട്ട്, ചില ചിന്തകളെ കുറിച്ചുള്ള സൂചനകളാണ്. എല്ലാ പാപത്തിൻ്റെയും പുണ്യങ്ങളുടെയും തുടക്കം ചിന്തയിൽ നിന്നാണ്. അപ്പം നല്ല ചിന്തകൾ ജീവിതത്തിൽ പരിപാലിക്കുകയും മോശം ചിന്തകളെ നമ്മൾ ജീവിതത്തിൽ നിന്ന് പടിക്ക് പുറത്തു നിർത്തുകയും ചെയ്യുന്നത് കുറെ കൂടി പുണ്യത്തിൽ ആഴപ്പെടാനും നന്മയിലായിരിക്കാനും നമ്മളെ സഹായിക്കും. അപ്പം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇത് 4ഉം പ്രധാനപ്പെട്ടതാണ്. ചില വ്യക്തികളെ ഒഴിവാക്കുക, ചില സാഹചര്യങ്ങളെ അവഗണിക്കുക, ചില വസ്തുക്കളെ ഒഴിവാക്കുക, ചില ചിന്തകളെ, മോശം ചിന്തകളെ ജീവിതത്തിൽ നിന്ന് പടിക്ക് പുറത്തു നിർത്തുക. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാനും ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളെ മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പാതി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നോമ്പുകാലത്തിൻ്റെ മധ്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ കുറെ കൂടി തീഷ്ണതയോടുകൂടെ ഈ നോമ്പുകാലം ചെലവഴിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.